എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഒരു 3 കൊല്ലം മുൻപ് വരെ ജാനുവരി 1 അതായത് ന്യൂ ഇയറിന് അന്ന് എനിക്ക് ആകെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായുള്ളൂ. ബിക്കോസ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് ദിവസം. ജനുവരി 1 എൻ്റെ ബർത്ത്ഡേ. പക്ഷേ 2023 ശേഷം ജാനുവരി 1 എന്ന് പറയുമ്പോൾ എൻ്റെ ബർത്ത്ഡേ എൻ്റെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടൊന്നുമില്ല, സർപ്രൈസ് ആക്കിയിട്ടില്ല. നിക്കാഹ് ആനിവേഴ്സറി അതുപോലെ തന്നെ അവൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവൻ ദുബായിലായിരുന്നു. ഇത് പെട്ടെന്ന് എടുത്ത ഡിസിഷനായിരുന്നു. അങ്ങനെ അവന് അതായത് ഡിസംബർ 31 ഈവനിങ് ഒരു 8:30 നാട്ടിലെ ഒരു 9:30 10:30 ആ ഒരു ടൈമിൽ അവനെ ഒരു സർപ്രൈസായിട്ട് അവിടെ നിന്ന് വേഗം വിളിച്ച് പറഞ്ഞ് സൗദിയിലുള്ള ടീമിനെ വിളിച്ച് പറഞ്ഞിട്ട് സെറ്റാക്കി. അതുകൊണ്ട് ഞാൻ നല്ല സുഖമായിട്ട് സ്റ്റാറ്റസൊക്കെ ഇട്ട് കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം എണിച്ച് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ല ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അതും കഴിച്ചിട്ട് ഇക്കോൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അതാണ്ടടാ വരുന്നു എനിക്കൊരു സർപ്രൈസ്. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. എന്താ പറയണമെന്ന് ഒന്നും അറിയണ്ടായിരുന്നില്ല. അത് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. പിന്നെ നേരെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി അവിടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ നേരെ നിവിൻ പോളിൻ്റെ ആ സർവ്വമായ സിനിമ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിട്ട് നിൽക്കുന്നു. സൂപ്പർ സിനിമ, അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമയായിരുന്നു. അതും കണ്ട് തിരിച്ച് വന്നിട്ട് പിന്നെ എൻ്റെ ഫാമിലി എല്ലാവരുടെ ഒപ്പം ഞാൻ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രമാത്രം ഞാൻ ഹാപ്പിയാണ്. തിയേറ്ററിൽ പോയിട്ട് തിന്നാനാണെന്ന് ചോദിക്കരുത്, കാരണം അത്ര പേര് സാധനം വാങ്ങിച്ചു കൂട്ടിയിട്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഓൾ ടൈം ഫേവറേറ്റാണ് കിക്കാറ്റ്. അതൊരു ബോക്സ് നിറച്ചാണ് അവൻ കൊണ്ടുവന്നത്. ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. എന്താണ് നിങ്ങളുടെ ന്യൂ ഇയറിൽ നിങ്ങൾക്കുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയൂ. ഓക്കെ, ബൈ.